ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരുപാട് ലേറ്റായി 11:30 ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫുഡ് വേറെ ആരോ മാറിയെടുത്ത് കഴിച്ചു പോയി. എനിക്ക് എണ്ണയെ പൊരിച്ച ഫുഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാറും പപ്പടും രസവും അതുപോലെ തന്നെ അച്ചാറും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് രസമൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ വൈകിട്ട് പക്കവടയായിരുന്നു. ഹോസ്റ്റലിൽ തിരിച്ചെത്തിയാൽ ആദ്യം ചെയ്യുന്ന പണി കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെക്കലാണ്. അതിലേക്ക് വെറുങ്ങനെ ആക്കലില്ല, കുറച്ച് ജീരകമോ അല്ലെങ്കിൽ ഏലക്കായോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ട് തിളപ്പിച്ചങ്ങ് വെക്കാം. നല്ലതുപോലെ ഗ്യാസ് കയറിയിട്ടുണ്ടായിരുന്നു, കാരണം ലേറ്റായിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട്. വരുന്ന വഴിക്ക് ഞാൻ ഒരു മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നീലനാണോ ഇല്ല നീളനാണോ എന്നറിയില്ല. ഇപ്പം സീസൺ അല്ലല്ലോ, മഴക്കാലം തുടങ്ങിയില്ലേ. എന്നാലും സൂപ്പർ മാർക്കറ്റിൽ ഇത് കിട്ടുന്നുണ്ട്. നല്ലതുപോലെ ഉള്ളുള്ള മാങ്ങയാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് വയറ് നിറയെ ഉണ്ടാകും. ഒരു 500 ഗ്രാമിന് മുകളിലുണ്ട് ഈ ഒരു മാങ്ങ തന്നെ. നല്ലതുപോലെ മുറിച്ച് നല്ല മണം ഉണ്ടായിരുന്നത് മുറിക്കുന്ന സമയത്ത് തന്നെ. ഇതൊരു പ്രാവശ്യം വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോയി മുറിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, വീടൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലുള്ള സാധനങ്ങൾ മാങ്ങ അതുപോലെ തന്നെ ചക്ക ഇതിൻ്റെ എല്ലാം തയ്യാണ് നട്ടുപിടിപ്പിക്കേണ്ടത്. അല്ലാണ്ട് മഞ്ഞളും കറിവേപ്പിലൊന്നും പിടിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ നമുക്ക് എപ്പോൾ വേണ്ടിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത് ഇന്ന് നട്ട് കഴിഞ്ഞാൽ നാളെ ഉണ്ടാകണമെന്ന് വെച്ചാൽ ആകാത്ത സാധനം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞാൻ വാങ്ങിയ മാങ്ങേൻ്റെ കൊരട്ട ചാടിയിട്ട് അത് മുള വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി വലുതായിട്ട് എന്ന് മാങ്ങ കഴിക്കാനാ? അന്ന് ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാകുന്ന പോലും അറിയില്ല. രാത്രിത്തെ ഫുഡിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ ശരിക്കും മറന്നു പോയിരുന്നു. കാരണം കഴിക്കുന്നതിന് മുന്നേ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടില്ലല്ലോ മറന്നു വന്നത്. ഇത് വന്നിട്ട് മത്തൻ കറി പോലെയായിരുന്നു ആക്കിയത്. പിന്നെ വന്നിട്ട് മത്തി മുളീഷൻ, അയ്യോ ഒരു ചെറിയ വാലിന്റെ പീസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അയമോദകം നല്ലതുപോലെ ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടുണ്ടായതാണ്. ഇവിടെ വന്നതിന് ശേഷം നമ്മളെ ഭക്ഷണ രീതിയിലും ചെറുങ്ങിനൊന്നും ചേഞ്ച് ആയല്ലോ. അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് കയറുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വയറ് നിറച്ച് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും. രാത്രിത്തെ ഫുഡ് ചിലപ്പോഴൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഈ സാധനം കുടിക്കേണ്ടത് നമുക്കൊരു കുടിക്കാൻ ചൂട് പറ്റുന്ന പാകത്തിൽ കുടിക്കണം.